ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. ഇഗ്നോയിലെ ഒരു MBA കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MBA ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് അഥവാ MBA CN. നിങ്ങൾ ഇഗ്നോയിൽ കോഴ്സ് എടുക്കുന്ന സമയത്ത് MBA CN എന്നെടുത്താൽ ഈ ഒരു കോഡ് സെലക്ട് ചെയ്താൽ മാത്രമേ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് MBA എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു PG പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് ആയിട്ടാണിത് നിങ്ങൾ എടുക്കേണ്ടത്. ഡിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഒരു കോഴ്സ് എടുക്കേണ്ടത്. വീട്ടിൽ നിന്നോ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാം. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന കോഴ്സാണിത് ഇഗ്നോയിൽ കേട്ടോ. ഇപ്പോൾ ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്. മാക്സിമം വരുന്നത് 4 year ആണ്. അതിനുള്ളിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. മീഡിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഡിസ്ക്രിപ്ഷന് കൊടുത്തിട്ടുള്ളത് MBA കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് മാത്രമാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എനി ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. 3 വർഷത്തെ ഒരു ഡിഗ്രിയാണ് പറയുന്നത്. അതുപോലെ തന്നെ 50% മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രിക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നിങ്ങൾ OBC അല്ലെങ്കിൽ SC/ST കാറ്റഗറിയിൽ റിസർവ്ഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 45% മതി മാർക്കിൽ. നിങ്ങൾക്ക് എന്തുണ്ട്? എക്സെപ്ഷനുണ്ട്. 45% എക്സെപ്ഷനുണ്ട്. അപ്പോൾ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫീ സ്ട്രക്ചർ നിങ്ങൾക്ക് വരുന്നത് 16,000 രൂപ, 16,000 പെർ സെമസ്റ്റർ ആണ്. ഇതൊരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. എന്താണ് സെമസ്റ്റർ വൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ ചെയ്യേണ്ടതൊക്കെ 6 മാസം കൂടുമ്പോഴാണ്. സെമസ്റ്ററിലാണ്. ജൂൺ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജൂണിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ജനുവരിയിലാണ്. അങ്ങനെ 6 മാസം കൂടുമ്പോൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും നിങ്ങൾക്ക് 16,000 രൂപയാണ്. അതിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്താണ് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും എന്ന് പറയുന്ന ഒരു 700 രൂപ ഉണ്ടാവും. അപ്പോൾ 16,700 വരിക കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് വെറും 16,000. സെക്കൻഡ് സെമസ്റ്ററിൽ. ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 16,000. ഇനി തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 18,000 രൂപയാണ് കേട്ടോ. കൂടുതലാണ്. തേർഡ് സെമസ്റ്ററിൽ 18,000 രൂപയാണ് പേയ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ടത്. ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ പേരും അവരുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഏതെല്ലാം റീജിയൺ സെൻറ്ററിലും സ്റ്റഡി സെൻറ്ററിലുമാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ 3 കോളേജസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റൂറൽ അക്കാദമി, സാക്രഡ് ഹാർട്ട്, ശ്രീ കേരളവർമ്മ കോളേജ്. അപ്പോൾ നിങ്ങൾ ആ കൊച്ചിൻ ആ ഒരു റീജിയൻ്റെ സർക്കിളിലുള്ളവർ ഈ ഒരു കോളേജുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാകുന്നതാണ്. ഇനി ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്ക് കാത്തോലിക്കേറ്റ് അതുപോലെ മാർ ഇവാനിയസ് അതുമല്ലെങ്കിൽ ശ്രീനാരായണ കോളേജ്, ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇനി വടകര ഭാഗത്തുള്ളവർക്ക് നമുക്കിവിടെ വരുന്ന ഒരൊറ്റ കോളേജ് മാത്രമേ ഉള്ളൂ. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കാസർഗോഡ്. ഇവിടെ മാത്രമേ ഈ ഒരു കോളേജ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കോളേജുകളിൽ കേരളത്തിലുള്ള കുട്ടികൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തിനാണ് ഈ സ്റ്റഡി സെൻറ്റർ? നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ സ്റ്റഡി സെൻറ്ററിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ലാബ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോകേണ്ട. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യം ഓരോ സെമസ്റ്ററിലും നിങ്ങൾ ഈ ഒരു കോളേജിൽ പോവേണ്ടി വരും. പിന്നെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അസൈൻമെൻറ്റ് മാർക്കിടുന്നതും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റഡി സെൻറ്റേഴ്സാണ്. പിന്നെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യണം. ഇതിൽ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അക്കാദമിക് സൈഡ് നോക്കാം. അക്കാദമിക് സൈഡ് പറയുന്നത് എന്താണ്? MBAയുടെ അക്കാദമിക് സൈഡ് പറയുമ്പോൾ MMBC 001 മുതൽ MMBC 007 വരെയുള്ള തിയറി കമ്പൽസറി പേപ്പറാണ് ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ MMBC 008 മുതൽ MMBC 014 വരെയുള്ള കോഴ്സുകളാണ് ഉള്ളത്. ഇതിൽ ഓരോ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഈ 2 കോഴ്സുകൾ പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ MMBC 4, MMBC 5. ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ മാനേജറിയൽ എക്കണോമിക്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ പ്രോബ്ലം പേപ്പറാണ്. ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് MMBC 015 ടു പിന്നെ കോഴ്സിൻ്റെ കോഡുകൾ ഇവിടെ മാറുന്നതാണ്. MMP ഇതൊരു പ്രൊജക്റ്റാണ്. തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. 2 ക്രെഡിറ്റ്സിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. 4 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് വരുന്നത്. തേർഡ് സെമസ്റ്ററിലാണ് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം തിയറി പേപ്പേഴ്സാണ്.
ഇനി എന്താണ് ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് മുഴുവൻ എന്താണ് തിയറി കമ്പൽസറി പേപ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾ തേർഡ് സെമസ്റ്ററിലാണ് ഇതിൻ്റെ പ്രൊജക്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതും അതുപോലെ തന്നെ പ്രൊജക്റ്റിന് എന്താണ് അപ്രൂവ് വാങ്ങിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ടതും അത് സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ. സബ്മിഷൻ പിന്നെ നിങ്ങൾക്ക് കാലാവധി ഉണ്ട്, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്താൽ മതി. അതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിൻ്റെ കൂടെ പ്രൊജക്റ്റിൻ്റെ ഫീസ് അടച്ച് അത് പ്രൊജക്റ്റിൻ്റെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് അതിന് അപ്രൂവ്ഡ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ഓക്കെ, ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങളിതൊന്ന് വായിച്ച് നോക്കൂ കേട്ടോ. ഇതിൽ പറയുന്നത് കൺസ്ട്രക്ഷൻ മേഖലയെക്കുറിച്ച് വ്യക്തമായ അറിവ് നൽകുക. അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിന് നിങ്ങളെ എന്ത് ചെയ്യുക, പ്രാപ്തരാക്കുക. അതുപോലെ റിസർച്ച് ജോബ് അതിന് വേണ്ടിയിട്ടുള്ള പരിചയം നിങ്ങൾക്ക് നേടിയെടുക്കുക. അതുപോലെ തന്നെ നിർമ്മാണ രംഗത്തെ അടുത്ത ഒരു മേഖലയിലേക്ക് നിങ്ങളെ അതിനു വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക, ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ആർക്കൊക്കെ ഗുണകരമാകും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എക്സിസ്റ്റിംഗ് വർക്കേഴ്സ് ഈ ഒരു മേഖലകളിൽ വിവിധ കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ പ്രൊഫഷൻ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠനം ഓൾറെഡി നിങ്ങൾക്ക് പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ പുതിയ ടെക്നോളജി സാങ്കേതിക വിദ്യകളൊക്കെ എങ്ങനെ ഇതിൻ്റെ സാധ്യതകൾ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഈ ഒരു മേഖലയിൽ അക്കാദമിക്സുകളിൽ അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് മേഖലകളിലോ ഈ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിങ്ങൾക്കൊരു ഒരു ടീച്ചിങ് ജോബാണ് ആവശ്യമെങ്കിൽ അതിനു വേണ്ടിയിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കാൻ സാധിക്കുക, അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ വേണ്ടവർക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു MBAയുടെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഗ്നോയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതിന് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ സംശയങ്ങളും മറ്റും ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് നമ്മൾ അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയിൽ എടുത്തു തരുന്നതാണ്. അഡ്മിഷന് ശേഷമുള്ള നിങ്ങളുടെ ഡൗട്ടുകളും അതിൻ്റെ വ്യാവലാതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ സ്ട്രെസ്സ് നമ്മൾ കുറയ്ക്കുന്നതാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സർവീസസ് ആൻഡ് സപ്പോർട്ട് മെൻറ്ററിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നമ്മുടെ ഈ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാം. ഇനിയും കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി.